ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് നല്ല കോമാങ്ങ കിട്ടിയിട്ടുണ്ട്. കോമാങ്ങ ചേർച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമൊക്കെ ഉള്ള കോമാങ്ങയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിത് ഒന്ന് ചെത്തിക്കാണ് നുറുക്കി ഉപ്പും മുളകൊക്കെ പുരട്ടി കഴിക്കുക. എങ്ങനെയുണ്ടെന്ന് കാണാമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് കഴിച്ച് ഫിനിഷ് ആക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചെനച്ച മാങ്ങയായിട്ടുള്ളത് കഴിഞ്ഞു. അത് കോമാങ്ങയായിരുന്നു. അപ്പം ആർക്കും തികഞ്ഞില്ല. ഇത് പച്ച മാങ്ങയാണ്, പക്ഷെ നല്ല പൊടിയുള്ള മാങ്ങ, നല്ല പുളിപ്പുണ്ട്. കണ്ടാൽ ചെനച്ചിക്കൂടെന്നൊക്കെ തോന്നും, പക്ഷെ അത് ചെനച്ചിട്ടില്ല. ഇനി ഇതായിട്ടാണ് ഉപ്പ് തിരുമ്പാൻ പോണത്. ഇത് തിന്നണമെങ്കിൽ ഉപ്പും മുളകൊക്കെ വേണം, നല്ല പുളിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പോപ്പിക്കാൻ കൊണ്ടുവന്നതിന് ഒന്നെടുത്ത് വെച്ചതാണ്. നിലത്ത് ചാടിയത് ഒന്നെടുത്ത് വെച്ചാൽ നിലത്ത് ചാടിയ പിന്നെ പോക്കൂലല്ലോ, അതുകൊണ്ട് ഒന്നെടുത്ത് വെച്ചതാണ്. മാങ്ങൻ്റെ പരിപാടികളൊക്കെ കഴിയാനായില്ലേ. മാങ്ങ എല്ലായിടത്തും പഴുത്ത് രാവിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഉപ്പൊരുമ്പട്ടെ. ഉപ്പൊരുമ്പി അപ്പം നമുക്ക് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടിയിട്ടൊന്നുമില്ല. നല്ലോണം കുഴക്കാം. കൈ കൊണ്ട് തന്നെ കുഴച്ചതാണ് കുഴക്കട്ടോ. മുളകും പൊടി കുറവുണ്ട്. ഇവിടെ ഒരു പാത്രമാക്കി മുളകും പൊടി തോന്നാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മുളകും പൊടി ഇഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കഴിച്ചോട്ടെ കേട്ടോ. ഇത് പുളിപ്പുണ്ടായതുകൊണ്ട് അത്ര തന്നെ വലിയ ടേസ്റ്റ് ഇല്ല. ഇത് പഴുപ്പിക്കണ മാങ്ങ തന്നെ. ഇതൊരു ചെറിയ കറയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതത്ര രസമല്ല. പോപ്പിച്ചാൽ നല്ല ടേസ്റ്റുള്ള മാങ്ങനെ. ഉപ്പ് ഒരുമിട്ട് രസമല്ല, ടേസ്റ്റ് ഇല്ല കേട്ടോ. ഉള്ള കാര്യം അറിയാലോ, ഒന്നും ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.